രാവിലെ മുതൽക്ക് തന്നെ കറണ്ടില്ല. ഇന്ന് കറണ്ടില്ലാതിരിക്കുമ്പോൾ മീൻ വയ്ക്കാൻ ഭയങ്കര കഷ്ടമാണ്. എന്നാൽ മീൻകറി ഇല്ലാതെ ഫുഡ് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് മുളകിട്ട് തന്നെ മീൻകറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് മുളകിട്ട് മീൻകറി വയ്ക്കുന്നത് അപൂർവമാണ്. കൊല്ലം കോട്ടയം സൈഡിലോട്ടാണ് മുളകിട്ട് മീൻകറി വയ്ക്കൽ. കറണ്ടില്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ പെട്രോൾ നിന്ന് പോയ അവസ്ഥയാണ്. പിന്നെ ശരി, എന്തായാലും മുളകിട്ട് മീൻകറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ മുളകിട്ട് മീൻകറി കാണിക്കുക എങ്ങനെയാണെന്ന്. ആദ്യം ചട്ടി ചൂടാവാൻ വയ്ക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. കടുക് വറുത്തതിന് ശേഷമാണല്ലോ മീൻകറി വയ്ക്കൽ മുളകിട്ട് വയ്ക്കുമ്പോൾ, അതുകൊണ്ട് മാത്രമാണ് ആദ്യം എണ്ണ ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചു. ഞാൻ ചെറുതായിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിലാണ് മീനിന് ടേസ്റ്റ് കൂടുന്നത്. ഇങ്ങനെ മുളകിട്ട് വയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്നതിൽ 2 പീസ് ചേർക്കുന്നത്. പിന്നെ നല്ലവണ്ണം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് ഉലുവയാണ് ചേർക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കറിവേപ്പിലയാണ്. ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ എടുത്തിട്ട് വെച്ചാൽ ഒന്നും ചെയ്യത്തില്ല, കുറച്ച് അധിക നാളിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ചെറിയ ഉള്ളി അതിലോട്ടിട്ടു എണ്ണയിലോട്ട്. പിന്നെ അതൊന്ന് നല്ല വഴണ്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ ടൊമാറ്റോ, ഇത് ഇത്രയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നല്ല രീതിക്കൊന്ന് വഴണ്ടി വരുമ്പോൾ അടുത്ത് മസാല കൂടെ ചേർക്കാം. മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ധനിയ പൗഡർ, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മതി. പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഇതൊന്ന് നല്ല വഴണ്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണം. അത് നല്ലോണം ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ ഈ മീനിനെ അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് പൊത്തിപ്പറക്കി വെക്കണം. അതൊരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഈ മസാല എല്ലാം ഒന്ന് ഉള്ളിൽ പിടിച്ചതിന് ശേഷം മാത്രം പിന്നെ കുറച്ച് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് മീൻ ഫ്രൈയും കൂടെ ചെയ്യുന്നുണ്ട്. ഇന്ന് കറിയൊന്നും അത്യാവശ്യത്തിന് അധികമായിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ വെക്കാൻ വിചാരിച്ചത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒന്ന് തിളച്ച് നല്ല ഒരു കുറുകിയ പരുവത്തിലാവുന്നവരെ ആക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി അടുത്ത വീഡിയോയിലിടെ എങ്ങനെ കഴിക്കും.